ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കടകംപള്ളിയുമായി നല്ല ബന്ധമെന്ന പോറ്റിയുടെ മൊഴി, പോറ്റിയുമായി നല്ല പരിചയമെന്ന കടകംപള്ളിയും. ഇരുവരും SITക്ക് നൽകിയ മൊഴിയിലാണ് നിർണായക വിവരമുള്ളത്. 2 തവണ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന കടകംപള്ളി, പോറ്റി നിർബന്ധിച്ചതുകൊണ്ടാണ് പോയതെന്നും മൊഴി. 2017 മുതൽക്ക് തുടങ്ങിയ ബന്ധമെന്ന പോറ്റി, തിരുവനന്തപുരത്ത് പലയിടത്ത് വെച്ചും കണ്ടുവെന്ന് പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്നുവെന്ന് സമ്മതിച്ച് ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പോറ്റിയുടെ വീട്ടിൽ പോയത് ഒരു തവണയെന്നും ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ല എന്നും കടകംപള്ളി സുരേന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ കടകംപള്ളിക്ക് കുരുക്കാകുന്ന മൊഴിയാണ് മഹസർ സാക്ഷി വിക്രമൻ നായരുടേത്. മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പല തവണ വന്നിട്ടുണ്ടെന്നാണ് പോറ്റിയുടെ അയൽവാസിയായ വിക്രമൻ നായരുടെ വെളിപ്പെടുത്തൽ. ഈ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. അത് പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് പോയിട്ടുള്ളത്. പോലീസാണ് പോറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. പോറ്റി ആ വീട്ടിൽ എന്തോ ഒരു ചെറിയ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ ചടങ്ങാണ്, ബന്ധുക്കളും അത്യാവശ്യം സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ ചടങ്ങല്ലേ. പോറ്റി ഇന്നത്തെ പോറ്റി അല്ലല്ലോ. അന്നത്തെ പോറ്റി എന്ന് വെച്ചാൽ എനിക്ക് ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ള പോറ്റിയാണ്. പോറ്റി എന്നെ വല്ലാതെ നിർബന്ധിച്ചു. ഒന്ന് പോകുന്ന വഴിക്കാണ്, ഒരു 5 മിനിറ്റ് അവിടെ നിന്ന് കയറിയാൽ മാത്രം മതി. ആ ചടങ്ങിൽ പോയി ഞാൻ ഭക്ഷണവും കഴിച്ചു. അതും വാസ്തവമാണ്. ഞാനത് അന്വേഷണ സംഘം എന്നെ മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചപ്പോൾ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് ഒളിച്ചു വെക്കേണ്ടതായിട്ട് ഒരു കാര്യം എനിക്കില്ല. ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്താണോ കടകംപള്ളി സുരേന്ദ്രനൊക്കെ വന്നിട്ടുള്ളത്? കടകംപള്ളി സുരേന്ദ്രൻ വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ ചോദിച്ചാൽ കൃത്യമായിട്ടൊന്നും എനിക്ക് വന്നൂടാ. ചേട്ടൻ കണ്ട എത്ര വട്ടം? ഞാൻ 2 പ്രാവശ്യം ഒന്ന് കണ്ട്. നമ്മൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ഞാനും സുരേന്ദ്രൻ അന്ന് മന്ത്രിയാണ്. അന്ന് മന്ത്രിയാണ്. 2 തവണ വന്നപ്പോഴും മന്ത്രിയാണ്. 2 തവണ വന്ന മന്ത്രിയാണ്. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? അതോ ഇവിടെ എന്ത് പരിപാടി ഉണ്ടായിരുന്നു അറിയില്ല. ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ ഒന്നും അല്ല, അല്ലാതെ അല്ലാതെ സൗഹൃദത്തിൽ വന്നത് ആയിരിക്കും. ഉടനെ പോയോ അതോ കുറേ സമയം? ഇല്ല, ഒന്ന് ആദ്യം വന്നിട്ട് ഉടനെ പോയി. ഉച്ചയ്ക്ക് അങ്ങോട്ട് പിന്നെ ഒരു ദിവസം വന്ന് ആഹാരവും കഴിച്ചിട്ട് പോയി. ഏത് വർഷം ഓർമ്മയുണ്ടോ? ഏത് വർഷമൊന്നും എനിക്ക് ഓർമ്മയൊന്നുമില്ല. കൃത്യമായിട്ട് എനിക്ക് അങ്ങനത്തെ ഓർമ്മയില്ല. പക്ഷേ ഇവിടെ വന്നിരുന്നു. ഇവരുമായിട്ട് എത്ര കാലത്തെ ബന്ധമുണ്ട്? നിങ്ങൾ ഒന്നാമത്തെ അയൽവാസിയാണ്. ഇവരുമായിട്ട് 40-47 വർഷത്തെ. എന്ന് വെച്ചാൽ ഇവർ 47 വർഷമായി. ഞാൻ ഇവിടെ വന്നിട്ട് 50 വർഷത്തിൽ കൂടുതൽ. അപ്പോൾ അന്ന് മുതലേ നമ്മൾ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A. പത്മകുമാറിന്റെയും N. വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനൊരുങ്ങുകയാണ് ED. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും തീരുമാനമുണ്ട്. A. പത്മകുമാർ, നാഗഗോവർദ്ധൻ, മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം ഹൈക്കോടതി വിധി പറയാനിരിക്കുന്നു. റഹീസ് റഷീദ്, TV പ്രസാദ്, SS ശരൺ എന്നിവരാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, ഇപ്പോൾ കടകംപള്ളി പലതവണ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള മൊഴി, പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് കടകംപള്ളിയും മൊഴി നൽകിയിരിക്കുന്നു. ഇപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനാകുന്നത്? പോറ്റി വിളിച്ചിട്ട് പോയതാണെന്ന് പറയുമ്പോൾ ആ ബന്ധം എത്രത്തോളം തീവ്രമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്? സ്മൃതി, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് പോറ്റിയുടെ തൊട്ടടുത്ത വീട്ടിലെ വിക്രമൻ നായർ എന്ന അയൽവാസി റിപ്പോർട്ടറോട് പങ്കുവച്ച വെളിപ്പെടുത്തൽ. 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ വന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാണ് വിക്രമൻ നായർ നമ്മളോട് പറഞ്ഞത്. അന്ന് മന്ത്രിയോട് ഈ വിക്രമൻ നായർ പോറ്റിയുടെ വീട്ടിൽ വെച്ച് സംസാരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതുവരെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരുന്നത് പോറ്റിയുമായി വ്യക്തിപരമായ ഒരു ബന്ധവുമില്ല, സ്പോൺസർ എന്ന നിലയിൽ അവിടെ എവിടെ വെച്ചോ കണ്ട സമയത്തെടുത്ത ചിത്രങ്ങളാണ് മാധ്യമങ്ങളിൽ പുറത്തു വരുന്നത് എന്നതായിരുന്നു. അത് പൂർണ്ണമായും തെറ്റാണ് എന്ന് വ്യക്തമാക്കുന്ന മൊഴിയാണ്, അല്ലെങ്കിൽ തെറ്റാണ് എന്ന് വെളിപ്പെടുത്തലാണ് വിക്രമൻ നായർ നമ്മളോട് പങ്കുവച്ചത്. ഇത് മന്ത്രി സ്ഥിരീകരിക്കുക കൂടി ചെയ്യുകയാണ്. മന്ത്രി 2 തവണ പോയിട്ടില്ല, 1 തവണ പോയിട്ടുണ്ട് എന്ന് മന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ വിക്രമൻ നായർ 2 തവണ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. വിക്രമൻ നായർ മാത്രമല്ല, ആ പരിസരത്തുള്ള പല വീടുകളിലും നമ്മൾ ഇന്നലെ അന്വേഷിച്ചിരുന്നു. അവർക്കൊക്കെ ഇക്കാര്യം അറിയുകയും ചെയ്യാം. മറ്റൊന്ന്, മന്ത്രി പറയുന്നത് ഒരു ചെറിയ കുഞ്ഞിന്റെ ഒരു ചടങ്ങിന് വേണ്ടിയാണ് ആ വീട്ടിൽ പോയത് എന്നാണ്. അതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആകെ ഒരു മകനാണുള്ളത്. അത് ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ്. അതൊരു വലിയ കുട്ടിയാണ്. ഇപ്പോൾ
ജോലി ചെയ്യുന്ന ഒരാളാണുള്ളത്. പിന്നീട് ആ വീട്ടിലുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഏക സഹോദരിയാണ്. ആ സഹോദരിക്കും ഈ ഒരു 10 വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 9.5 വർഷത്തിനിടയിലായിരിക്കുമല്ലോ അത് സംഭവിച്ചിട്ടുണ്ടാകുക. അത്ര ചെറിയൊരു കുഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിക്കുമില്ല. മറ്റേതെങ്കിലും ബന്ധുക്കളുടെ ചടങ്ങ് ആ വീട്ടിൽ വെച്ച് നടത്തിയതാകാനാണ് മന്ത്രി പറയുന്നത് ശരിയാണെങ്കിൽ സംഭവിക്കാനിടയുള്ളൂ. അപ്പോഴുള്ളൊരു പ്രശ്നം, ഈ വിവാദങ്ങൾ വന്ന സമയത്തൊന്നും മന്ത്രി ഇക്കാര്യം ഒരാളോടും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ നമ്മളോടൊരാൾ വെളിപ്പെടുത്തൽ നടത്തുന്നു, അതിന് പ്രതികരണം എന്ന നിലയിൽ ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നത്. ആ വീടുമായി ഏറ്റവും അടുപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീടിന്റെ മതിലും ഈ വിക്രമൻ നായരുടെ വീടിന്റെ മതിലും ഒന്നാണ്. അതായത് ഒരു കാലെടുത്ത് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലേക്ക് കയറാൻ പറ്റുന്ന അത്ര അടുത്ത ബന്ധമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വിക്രമൻ നായർ വിളിക്കുന്നത് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഉണ്ണി എന്നാണ്. പോറ്റിയുടെ അമ്മയെ പോറ്റിയമ്മ എന്ന് വിളിക്കുന്ന അത്ര അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അന്വേഷണ സംഘത്തോട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അതിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോഴുള്ള മറ്റൊരു പ്രശ്നം, വ്യക്തിപരമായി അത്ര അടുപ്പ ബന്ധമില്ലെങ്കിൽ, ഇപ്പോൾ മന്ത്രി പറയുന്നത് പോലെ ചെറിയ കുഞ്ഞിന്റെ നൂൽകെട്ടോ ചോറൂണോ പോലുള്ള ചടങ്ങിലാണ് പങ്കെടുത്തതെങ്കിൽ പോലും വളരെ കുറച്ച് ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മന്ത്രി തന്നെ നമ്മളോട് പറയുന്നു. അങ്ങനെ വളരെ കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രി പങ്കെടുക്കണമെങ്കിൽ അത്ര അടുപ്പ ബന്ധം പോറ്റിയുമായി മന്ത്രിക്ക് ഉണ്ടായിരുന്നു. പോലീസ് അകമ്പടിയോടെയൊക്കെ തന്നെയാണോ പോയിട്ടുള്ളത്? എന്താണ് ഈ വിക്രമം പറയുന്നത്? 2 തവണ വന്നപ്പോഴും പോലീസ് അകമ്പടിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് വിക്രമൻ നായർ പറഞ്ഞത്. അതല്ലാതെ ഈ ഒളിച്ചും പാത്തും രഹസ്യമായി പോയതല്ല. ഒഫീഷ്യലായി തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ എസ്കോർട്ട് വാഹനം അടക്കം ആണ് അവിടെ ചെന്നിട്ടുള്ളത്. അത് മറ്റു നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. മന്ത്രി ആ പറഞ്ഞത് ശരിവെക്കുന്ന മറുപടിയാണ് നാട്ടുകാരിൽ നിന്ന് നമുക്കും ലഭിക്കുന്നത്.